ആപ്കി അദാലത്തിൽ വിദ്യാബാലന്റെ മേലുള്ള കുറ്റാരോപണം തന്റെ ലുക്ക് കാരണം പല വിമർശനങ്ങൾക്കും ആളാകുന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് തന്നെ അറിയാം വിദ്യാ മാഡം, താങ്കൾ പല ഡിഫറെന്റ് ക്യാരക്ടറുകൾ ചെയ്യുന്നുണ്ട്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഡ്രസ്സിംഗ് അത്ര ശരിയല്ല എന്നുള്ളതാണ്. അതെ, അതായത് എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടർ വെച്ച് ആരും എന്നെ ഇതുവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. താങ്കൾക്ക് നോക്കിയാൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ എന്നെ ഹയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ആരും എന്നെ ഹയർ ചെയ്തിട്ടില്ല. ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അതെനിക്ക് സൂട്ടായില്ല. ആൻഡ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ ഈ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി കൊടുക്കാറില്ല. ഞാൻ എന്ത് ചെയ്യണം ചെയ്യരുതെന്നൊന്നുമില്ല. അതിനുശേഷം എല്ലാം തലയ്ക്ക് മേളിലെത്തിയതിനു ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറുള്ളത്. അതിന്റെ ചില വിഷ്വലിലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ജനങ്ങൾക്ക് കാണിക്കണ്ട. താങ്കൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെന്ന് ജനങ്ങളൊന്ന് കാണട്ടെ. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെയധികം ഉണ്ട്. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ശരിയായെന്ന് തോന്നുന്നു. താങ്കൾക്കിത് ശരിയാക്കാമായിരുന്നു. അതായത് പ്രീവ്യൂ ഷോയില്, ഓപ്ര പ്രീവിൻ ഷോയില് ഐശ്വര്യ റായ് കെട്ടിയിട്ട് വന്ന അതേ സാരി തന്നെ. അത് തീർച്ചയായിട്ടും ആ സാരിയല്ല. ഇതുവരെ ഞാൻ ഓപ്ര പ്രീവൻ ഷോ കണ്ടിട്ടില്ല. പിന്നെ സബ്യാസാച്ചിയാണ് പടത്തിൽ ഡിസൈൻ ചെയ്തത്. ഞാൻ അവരോടാണ് ഒരു സാരി വാങ്ങിയിട്ട്, പ്രീമിയറിന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഐ സെലക്ടഡ്. ആ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് പോയി. അതെനിക്ക് വളരെ നന്നായിരുന്നു. എന്റെ അടുത്തൊരു ഫോട്ടോ ഉണ്ട്. അതായത് അവരുടുത്തതുപോലെ തന്നെ സാരി താങ്കൾ ഉടുത്തിരിക്കുന്നു. ഇല്ല, ബോർഡർ വ്യത്യാസമുണ്ടല്ലോ. കുറച്ച് വ്യത്യാസമേ ബ്ലൗസും വേറെയാണ്, പക്ഷേ ബേസിക് ഡിസൈൻ സെയിം ആണ്. അതെ, സബ്യാസാച്ചിയാണ് ആ 2 സാരി എനിക്ക് തന്നത്. ഒരിക്കലും ഇല്ല. ഈ 2 സാരിയും ഡിസൈൻ ചെയ്തത് സബ്യാസാച്ചിയായിരുന്നു. എനിക്ക് അവർ ചെയ്യുന്ന ഡിസൈൻ വളരെ ഇഷ്ടമായിരുന്നു. പറഞ്ഞു തന്നാ അവരുടെ ഡിസൈനാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവര് വളരെ കഴിവുള്ളൊരു ഡിസൈനറാണ്. ഞാൻ അവരെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഈ കാര്യം ഒന്നും അറിയില്ലായിരുന്നു. ഇതേ ടൈപ്പിൽ സിമിലർ ആയിട്ടുള്ള സാരി ഉടുത്തിരുന്ന കാര്യം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാ there is a difference. ഒരുപക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ താങ്കളുടെ മിസ്റ്റേക്കുകളൊക്കെ ശരിയാക്കിയതായിട്ട് കരുതുന്നുണ്ടോ? അതെ, അത് ഞാൻ സമ്മതിക്കുന്നു, തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. ഇപ്പൊ ജനങ്ങൾ അത് അംഗീകരിച്ചോന്ന് അവരോട് തന്നെ ചോദിക്കൂ. മാം, ഞങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട് നിങ്ങളുടെ തുടക്കകാലത്ത് വളരെ സിമ്പിളും സത്യസന്ധമായ റോളുകളുമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഹേ ബേബി, ഗുരു ഇതുപോലുള്ള റോളുകൾ ഈ സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ആക്ട്രസ് എന്ന നിലയിൽ താങ്കൾ വേറെ മാർഗമില്ലാതെ ഇതെല്ലാം ചെയ്യുന്നതാണോ? നോ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് അബൌട്ട് ദ ക്ലോസ് അറ്റ് ഓൾ. ഐ തിങ്ക് ഒരു ആക്ട്രസിന് ഓരോ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ചാലഞ്ചിങ് ആയിരിക്കും. ആൻഡ് സംടൈം ഇറ്റ്സ് വർക്ക്, സംടൈം ഇറ്റ്സ് ഡസൻ വർക്ക്. സോ ഇറ്റ്സ് സെറ്റ് ഇൻ ഗാമ്പിൾ. സോ ഓരോ പ്രാവശ്യം പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ചിലപ്പം വിജയിക്കും, അല്ലെങ്കിൽ അത് പാഴായിപ്പോവും. തുടക്കത്തിലൊക്കെ താങ്കൾ വളരെ റിജിഡ് ആയിരുന്നു. ലവ് സീനൊക്കെ ചെയ്യുന്ന സമയത്ത് വസ്ത്രം പൂർണ്ണമായിട്ടും ധരിച്ചിരുന്നു. ഇപ്പോഴും ഇടുന്നുണ്ടല്ലോ. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അതിലൊരു മാറ്റവും ഇല്ല. പക്ഷെ ഒരു സെൻസേഷണൽ ഫോട്ടോ സെക്ഷൻ താങ്കൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഫോട്ടോസ് ഇപ്പൊ താങ്കളെ കാണിക്കാം. അതിൽ എത്രത്തോളം താങ്കൾ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. കാണിക്കൂ. ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആ വിദ്യാബാലൻ, ഒരു ഹോംലി ക്യാരക്ടറുകൾ ചെയ്തിരുന്ന ആ വിദ്യാബാലൻ, നമ്മുടെ ഓഡിയൻസും അതിനെക്കുറിച്ച് താങ്കളോട് ചോദിച്ചിരുന്നു. താങ്കൾ ആ ക്യാരക്ടറൊക്കെ വിട്ടിട്ട് ഒരു പുതിയ ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുകയാണോ? ഇല്ല, ഞാൻ വിചാരിക്കുന്നു ഒരു ആക്ടറിന് ഒരിക്കലും ലിമിറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. ഓരോ പ്രാവശ്യവും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. ചില സമയത്ത് ഇതുപോലുള്ള ഫോട്ടോഷൂട്ട്സ്, അതായത്
പുതിയതായിട്ട് എന്തെങ്കിലും കാണിക്കേണ്ടതായി വരും. പക്ഷേ ആരുടെ കൂടെ ചേർന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം. അതിൽ താങ്കൾ പറഞ്ഞതുപോലെ ന്യൂഡിറ്റി കാണിക്കാൻ പാടില്ല. എനിക്ക് അവരുടെ കൂടെയൊക്കെ എന്താണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയെന്ന് വെച്ചാ കുറച്ച് ഈവൻ ഇഫ് യു ഡൂയിങ് സംതിങ് ഡിഫറെന്റ് ആൻഡ് ബോൾഡ്, ഇറ്റ് വിൽ നോട്ട് ലുക്ക് ഡേർട്ടി. അതിനുശേഷം ഞാൻ അതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യാറുള്ളൂ. താങ്കൾ ഒരു ലക്കിയാണെന്ന് ഞാൻ പറയും. അതായത് നല്ല നല്ല അതെ, ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള സീനുകളിൽ പോലും ന്യൂഡിറ്റി ഇല്ലാതെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ താങ്കൾക്ക് സാധിച്ചത്. താങ്ക് യു. തുടക്കം മുതലേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് താങ്കൾ ചെയ്യുന്നത്. അതെല്ലാം വളരെ നന്നായിരുന്നു. താങ്കളുടെ ഡ്രീം റോൾ എന്താണ്? ഇനി എങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഡ്രീം റോളൊന്നും ആരുമില്ല. എന്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് റോൾ ചെയ്താലും അത് മറ്റ് ആക്ട്രസിനും ഒരു ഡ്രീം ആയിരിക്കണം. പക്ഷേ അതുപോലെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് എനിക്കിഷ്ടപ്പെട്ടതുപോലെ ഒരു റോൾ കിട്ടണം, അല്ലെങ്കിൽ ഇഷ്കയിലെ പോലൊരു റോൾ കിട്ടണം. എന്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേരുന്നത് പോലെ ഒരു റോളാണ് അവരെഴുതുന്നത്. അതിൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഐ തിങ്ക് ഇതുപോലൊക്കെ നടക്കുന്നത് വരെ ഞാൻ സേഫ് ആണ്. മാഡം, നിങ്ങൾ പാടുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പാടുമെന്നോ? അതെ മാഡം. അത് എപ്പോ പിന്നെ പറഞ്ഞു? പറഞ്ഞിരുന്നു. എനിക്ക് നന്നായി പാടാനൊന്നും അറിയില്ല. അത് സാറില്ല മാഡം, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? ജനങ്ങൾ ഇത്രത്തോളം റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ആക്ച്വലി ഞാനിപ്പോ പാടിയ എന്റെ അമ്മയ്ക്ക് ചെയ്ത സത്യം ഇല്ലാതാവുന്നത് പോലെയാകും. അമ്മ പറഞ്ഞിട്ടുണ്ട് നീ ഒരു നല്ല ആക്ട്രസ് ആണ്, പക്ഷേ ദയവ് ഇത് പാട്ട് പാടരുതെന്ന്. ഇത്രയും ചോദിക്കുന്നതുകൊണ്ട് ഞാനൊരു പാട്ട് പാടാം, പക്ഷെ എല്ലാരും ചേർന്ന് പാടണം കേട്ടോ. पियू बोले पिया बोले क्या ये बोले जानी ना. ഈ പാട്ട് ബംഗാളിയിലും പാടിക്കേപ്പിക്കാം. মনে যত কথা কথা যত মনে মনে হি রাখো পিয়া পিয়া ডাকে পিয়ু ডাকে. അത്രേ ഉള്ളൂ.